പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഒക്കെ ഈ ബെത്സൈദ എന്ന പ്രോഗ്രാമിലെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. നമുക്ക് കഴിഞ്ഞ ആഴ്ച കേട്ട ജീവിതാനുഭവം നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ ജീവിതാനുഭവത്തിൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ കൂട്ടുകാരൻ്റെ സഹായത്തോടു കൂടെ ഞാൻ ഈ പാപങ്ങൾ എഴുതിയെടുക്കാൻ തുടങ്ങിയപ്പോൾ പാപത്തിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നോട് ദൈവം ക്ഷമിക്കില്ല. ഓക്കെ, ഞാൻ കുമ്പസാരിച്ചാലും എനിക്ക് പാപമോചനം കിട്ടില്ല. അങ്ങനത്തെ ഒരു ഭയം എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങി. പിറ്റേ ദിവസം എനിക്ക് എങ്ങനെയെങ്കിലും കുമ്പസാരിക്കണം. സമയം എടുക്കും തോറും എനിക്ക് ഭാരം കൂടുകാൻ തുടങ്ങി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഈ പാപങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം അച്ഛൻ വരാനായിട്ട് കുറച്ച് സമയം ലേറ്റ് ആകുമ്പോഴും എനിക്കത് വലിയ സമയമായിട്ട് തോന്നുന്നത്. ഞാൻ പിന്നെ ആ ധ്യാനത്തിൽ കുമ്പസാരിക്കാനായിട്ട് പോയി. ഓരോ പാപങ്ങളും എല്ലാം ഒന്നും പറയാൻ പറ്റിയില്ല. പറഞ്ഞിടത്തോളം പാപം, ഞാൻ ആ പാപത്തെ ഓർത്ത്, എൻ്റെ പാപത്തെ ഓർത്ത് ഞാൻ കരഞ്ഞു. ഞാൻ മനസ്തപിച്ചു. ഞാൻ ആ പാപം ഏറ്റുപറയുന്ന മുമ്പ് ഞാൻ ഈശോയുടെ ഒരു കാര്യം പറഞ്ഞു. ഈശോയെ, എനിക്ക് ജീവിതത്തിൽ ഈ പാപം ഇനി ആവർത്തിക്കണ്ട. എനിക്ക് ഒരു ദിവസങ്ങളിൽ നടക്കുന്ന പരിവർത്തനമാണ്. ആ ദിവസങ്ങളിൽ നടന്നു. ഒറ്റ ദിവസം എനിക്ക് ആ കുമ്പസാരത്തിൻ്റെ വിഷയം, പാപത്തിൻ്റെ ക്ലാസ്, പിന്നെ എന്നെ എളിമപ്പെടുത്തിയ ക്ഷമയുടെ ശുശ്രൂഷ, ഇതെല്ലാം കൂടെ എന്നെ ഒരു വലിയ അനുതാപത്തിലേക്ക് കൊണ്ടുപോയി. അപ്പനെ കുറിച്ചുള്ള ചിന്ത ദിവസങ്ങളിൽ മനസ്സിനെ, അപ്പനെ കുറിച്ചുള്ള ചിന്ത അത്ര വന്നില്ല. എന്നാലും ഉണ്ട്. അതിനേക്കാൾ കൂടുതലുള്ള എനിക്കുള്ള വിഷമം എനിക്ക് ഈശോയെ കുറിച്ചായിരുന്നു. ഞാൻ ചെന്നെത്തിയത്, ഞാൻ കാണുന്നത് മുറിവേറ്റ ഈശോയാണ്. ഞാൻ വേദനിപ്പിച്ചത് മനുഷ്യരെക്കാൾ കൂടുതൽ ഈശോയാണ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കോൺസെപ്റ്റ് മാറി. മറ്റേത് എനിക്ക് അപ്പച്ചനോട് സിമ്പതി, അമ്മയോട് അങ്ങനെ ഒന്നും വന്നില്ല. ചെയ്തത് തന്നെ, പക്ഷേ ചെയ്തത് മുഴുവൻ ഈശോയോടാണ്. എനിക്ക് ധ്യാനം എന്നെ അങ്ങനെ ഒരു വെളിച്ചത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഞാൻ ഈ കുമ്പസാരം നടത്തുമ്പോൾ ഞാൻ അന്നും ചെയ്യുന്നു, ഇന്നും ചെയ്യുന്ന ഒരു കാര്യം, ഈ പാപം ഞാൻ ഏറ്റു പറയുമ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ ആ ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം എനിക്കറിയാം. ഞാൻ ഈ ധ്യാന ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിപ്പോകും. എനിക്ക് ഇതിൽ തുടരാൻ പറ്റില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ കാറ്റഗിസം പൂർത്തിയാക്കിയിട്ടില്ല. എനിക്ക് വിശുദ്ധ ബലി എന്താണെന്നറിയില്ല, പ്രാർത്ഥനകൾ എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല ഈശോയെക്കുറിച്ച്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പിടിച്ചു നിൽക്കുക? അതുകൊണ്ട് എനിക്കൊരു കാര്യം അറിയാം, ഞാൻ പുറത്തിറങ്ങിയ ഉടനെ ഞാൻ വീഴും. പക്ഷേ ഒറ്റ ദിവസം എനിക്ക് നന്നാവണം. എനിക്ക് ഈ ധ്യാനം കഴിഞ്ഞ് ഒരു ദിവസം നല്ലവനായിട്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി നന്നായിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, അനുതപിച്ചു. കണ്ണുനീരോടെയാണ് ഞാൻ പാപമേറ്റ് പറഞ്ഞത്. ഞാൻ വിതുമ്പുന്നത് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മതി, നിന്റെ പാപമെല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, നീ സമാധാനത്തോടെ പോയിക്കോ എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പാപമോചനം തന്നു. എൻ്റെ പാപമെല്ലാം അച്ഛൻ കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ ആ കുമ്പസാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ശരീരത്തിന് ഭാരമില്ല, എന്നെ അലട്ടിയ ദുഃഖമില്ല, എനിക്ക് ഭയമില്ല. ഞാൻ വേറൊരു വ്യക്തിയായി തുടങ്ങി. മറ്റേതാരോ എന്നെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതില്ല. ഞാൻ ഫ്രീ ആയി. എനിക്ക് ലജ്ജയില്ല. അതുകൊണ്ട് ഞാൻ കുമ്പസാരം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇരുന്ന സീറ്റിലല്ല ഇരുന്നത്, ഞാൻ ഏറ്റവും മുന്നിലോട്ട് പോയി. ഏറ്റവും മുന്നിൽ, ആദ്യം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് സീറ്റിൽ ഞാൻ പോയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഈശോയെക്കുറിച്ച് കേൾക്കണം, എനിക്ക് ഈശോയെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് ആ ധ്യാനത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇരുന്നു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ എല്ലാവരും പല അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അനുഭവം കിട്ടിയ ആൾക്കാർ കൈ ഉയർത്താനൊക്കെ പറഞ്ഞു. എല്ലാവരും ഉയർത്തി. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കിട്ടാത്ത ഒരാളെ ഉണ്ടായിരുന്നു, അത് ഞാനായിരുന്നു. ഇത്രയും ഞാൻ അനുദപിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം കൂടെ ആയി എനിക്ക്. കാരണം ദൈവിക അനുഭവങ്ങളൊന്നും ഇത്രയും സമയം ഇരുന്നിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ടായി. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ഇനിയുള്ള ദിവസം എനിക്ക് ഒരു ദിവസം നന്നായിട്ട് നിന്ന അതൊരു അനുഭവം ആവുമല്ലോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പൻ മദ്യപിച്ച് കിടക്കുകയാണ്. അപ്പൻ്റെ കാല് പിടിച്ച് ഞാൻ അവിടെ വെച്ച് അപ്പനോട് ക്ഷമിച്ചു. വീട്ടിൽ ചെന്നിട്ട് അപ്പൻ്റെ കാല് പിടിച്ച് ഞാൻ അപ്പനോട് ക്ഷമിച്ചു. മാനസിക രോഗാവസ്ഥയിരിക്കുന്ന അമ്മയോട് ഞാൻ ക്ഷമിച്ചു. പലരുടെയും വീടുകളിൽ ഞാൻ ചെന്നു, ഉപദ്രവിച്ചവരോടൊക്കെ ഞാൻ ക്ഷമ ചോദിച്ചു. ചിലരൊക്കെ എന്നോട് ക്ഷമിച്ചു,
ചിലരൊക്കെ വിരോധമായിട്ട് ഇരുന്നു. പിന്നീട് ഞാൻ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ ആട്ടുംതോലിട്ട ചെന്നായി ആണെന്നാണ്. ഓക്കെ, ഇപ്പം നല്ല പിള്ളയായിട്ട് വന്നേക്കാം. ഇവനിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നല്ല പിള്ള അയക്കണതാ. ഓക്കെ, ആരും വിശ്വസിക്കുന്നില്ല. അപ്പം പറയുന്നത് പണിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച തന്ത്രമാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചെന്ന ഉടനെ ഒരു ജപമാല പ്രാർത്ഥന, അന്ന് വീട്ടിൽ പ്രാർത്ഥന ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീട്ടിൽ അമ്മയെ വിളിച്ചിരുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അപ്പൻ എന്നെ ചവിട്ടി, എൻ്റെ മുതുകിൽ ചവിട്ട് തന്നിട്ട് പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ദിവസം അപ്പം പ്രശ്നം ഉണ്ടാക്കും, പിന്നെ മദ്യപിച്ച് വന്ന ദിവസം പ്രശ്നം ഉണ്ടാക്കും, ഞാൻ പ്രാർത്ഥിക്കാൻ പോയ പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഞാൻ ധ്യാനം കൂടുന്നതിനേക്കാളും കൂടിക്കഴിഞ്ഞപ്പോൾ അതിനേക്കാളും ഇരട്ടി പ്രശ്നമായി. അപ്പൻ എൻ്റെ നേരെ ചീത്ത വിളിച്ചാൽ ഞാൻ അപ്പൻ്റെ മുഖത്തടിച്ച എനിക്ക് ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനും പറ്റണില്ല. അപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ. അമ്മയെ തല്ലുമ്പോൾ അമ്മ ഇങ്ങനെ വല്ലാതെ കരയുമ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണി, എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് കുറേ മെറ്റലുകൾ പെറുക്കിയിടും, 4-5 മെറ്റലുകൾ. അതിൻ്റെ മുകളിൽ മുട്ടുകുത്തിയത് 2 കരവും ഞാൻ വിരിച്ചു പിടിക്കും. താഴെ വീടിനകത്ത് അമ്മയുടെ കരച്ചിലായിരിക്കും, അപ്പൻ്റെ ചീത്ത വിളിയായിരിക്കും. പക്ഷേ വീടിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ സമൂഹത്തിനിടയ്ക്ക് ഞാൻ അധികം ഇടപെടാൻ പോകാറില്ല. അത് അന്നത്തോടെ നിർത്തി, ഇപ്പോഴില്ല. ആദ്യം ഞാൻ ഉപേക്ഷിച്ചത് എൻ്റെ പഴയ ജീവിത രീതികൾ ആ ധ്യാനത്തോടെ ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് വസ്ത്രത്തിനോട് ഉണ്ടായ താല്പര്യം, ഭക്ഷണത്തിനോടുണ്ടായ താല്പര്യം, ലഹരിയിനോടുണ്ടായത്, കൂട്ടുകാരോടുണ്ടായത്, പാപത്തോടുണ്ടായത് ഒക്കെ ഞാൻ ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൂടെ കൂടാൻ ആളില്ല, എനിക്ക് സംസാരിക്കാൻ ആളില്ല, ഒറ്റപ്പെട്ടു. നല്ല ഒറ്റപ്പെടൽ അനുഭവിച്ചു. എങ്ങനെ ആത്മീയജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് പോലും അറിയാൻ പാടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പൻ്റെ ബഹളം, പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. ആ സമയങ്ങളിൽ ഈ ജപമാല പ്രാർത്ഥന എന്നെ നന്നായിട്ട് പിടിച്ചു നിർത്തി. ഞാൻ ഇങ്ങനെ 2.5 മണിക്കൂറുകളോളം ജപമാല ചൊല്ലി ഈ 4-5 മിനിറ്റിൻ്റെ മുകളിൽ നിന്ന് പ്രാർത്ഥിക്കും. അതേ ഉള്ളൊരു ആശ്രയം. അപ്പോൾ എനിക്ക് മലയാളം വായിക്കാനൊക്കെ കുറേയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബൈബിളിലേക്ക് അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ പരിഹാസവും കളിയാക്കുമായി കഴിഞ്ഞ് പതുക്കെ എന്നെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന പോലെ ഒരു അവസ്ഥ എനിക്ക് വരാൻ തുടങ്ങി. മറ്റേത് ഞാൻ എല്ലാ ദിവസവും കുർബാനക്ക് പോകും. എൻ്റെ ഇടവക പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു, പരിഹാസം പേടിച്ചിട്ടാ. അതുകൊണ്ട് തോപ്പുംപടിയിലുള്ളൊരു സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുണ്ട്, അവിടെ പോകും. അവിടെ വൈകിട്ട് 6 മണിക്ക് കുർബാനയുണ്ട്. അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കണ്ണമാലി പള്ളിയുണ്ട്, അവിടെ രാവിലെ കുർബാനയുണ്ട്, അവിടെ പോകും. എൻ്റെ ഇടവകയിൽ അങ്ങനെ എനിക്ക് സജീവമായിട്ട് ആ സമയങ്ങളിൽ പറ്റിയില്ല, ആരും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഈ മേസൺ വർക്കിന് തന്നെ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ട്. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റേത് അങ്ങനെയല്ല, ഞാൻ വലിക്കുകയും കുടിക്കുകയും ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വക കാര്യങ്ങളില്ല. എനിക്ക് കിട്ടുന്ന സമയം എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ പണിയും, അത് കഴിഞ്ഞിട്ട് ഞാൻ കിട്ടുന്ന സമയം ഇരുന്ന് പ്രാർത്ഥിക്കും. മറ്റുള്ളവർ വർത്തമാനം പറയാനും മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് എന്നെ പറ്റണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ശരിയാവില്ല, ഇത് പറ്റൂല. അപ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹം എപ്പോഴും പ്രാർത്ഥിക്കണം, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ തന്നെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുക. ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ഞാൻ ചോദിക്കും, ഈശോ എനിക്കറിയില്ല എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന്. ആ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് തന്നൊരു വചനമാണ് ഏശയ്യാ 43-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. വീട്ടിലോ സമൂഹത്തോ കൂട്ടുകാരുടെയോ ഒരു വിലയും ധ്യാനം കൂടിയിട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആളാവണ്ട, പക്ഷെ ആരും എന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് അപ്പോഴും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ എനിക്ക് ഈ വചനം, എൻ്റെ ദൈവം എന്നെ വിലമതിക്കുന്നുണ്ട്. ആര് വിലമതിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ വിലമതിക്കും. ഒരു ശക്തിയാണ്. ശക്തി എന്ന് പറയുമ്പോൾ അപാര ശക്തിയായിരുന്നു. ആ ഒരൊറ്റ വചനമാണ് എനിക്ക് ആദ്യം ബൈബിളിൽ നിന്ന് കിട്ടിയത്. പിന്നീട് എനിക്ക് വചനം വായിക്കാനുള്ള കൂടുതൽ ആഗ്രഹം കൊണ്ട് ഞാൻ വചനത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് ചവിട്ടുറപ്പ് കിട്ടി, എനിക്ക് പിടിവള്ളി കിട്ടി. എൻ്റെ പ്രതിസന്ധികൾ എങ്ങനെ എനിക്ക് കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധ ബൈബിൾ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ തുടങ്ങി. അപ്പനും അമ്മയും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പച്ചനില്ല, അപ്പച്ചൻ മരിച്ചിട്ടിപ്പോൾ 7 വർഷം. അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയുടെ മാനസിക നില വളരെ നന്നായി. അത് കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. അത് ഞാൻ ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എനിക്ക്
ഒരു ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനിച്ച സ്ഥലത്ത് തന്നെ പ്രേക്ഷിതനായിട്ട് നിൽക്കാൻ അവസരം കിട്ടിയതാണ്. ഓക്കെ. അവിടെ വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അത്ര തന്നെ. ഞാൻ ആഗ്രഹിച്ചത് കരിയിലെങ്കിലും പെറുക്കി കളയാൻ കിട്ടിയാൽ മതി എന്നാണ്. ദൈവവചന ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലമല്ലേ. അങ്ങനെ അവിടെ പോയി നിന്നതാണ്, അവിടെ പ്രേക്ഷിതനായിട്ട്. അപ്പോൾ എൻ്റെ അറിയുന്ന കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞ് ഇയാൾക്ക് കേസുണ്ട്, പ്രശ്നങ്ങളുണ്ട്, സൂക്ഷിക്കണം. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് എന്നെ അങ്ങനെ നിർത്താനായിട്ട്. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 5 ദിവസമാണ് ധ്യാനം നടക്കുന്നത്, 1 ദിവസം മാത്രം മോനിവിടെ വന്നാൽ മതി, ബാക്കി 4 ദിവസം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാൻ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു, 5 ദിവസം കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാമല്ലോ എന്ന്. പക്ഷേ അത് 1 ദിവസമായിട്ട് വെട്ടിക്കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് പോലും എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ല, കർത്താവിന് എന്നെ വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് അറിഞ്ഞ ഈശോയെ എനിക്ക് കളയാൻ പറ്റില്ല. ഈശോയെ എനിക്ക് കുറച്ച് ദിവസം ആ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടിയ സന്തോഷം ഈ ലോകത്തിൽ ഒരു ലഹരിക്കും തരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈശോയോട് പറയും, ഈശോ എന്നെ വിട്ടുകളയരുത്, വിട്ടുകളഞ്ഞാൽ ഞാൻ ആ പഴയ പന്നിക്കുഴി പോയി വീഴും. നീ മാത്രമേ ഉള്ളൂ എന്നെ പിടിക്കാൻ, ഞാൻ വിട്ടുപോയാലും നീ പിടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈശോയെ പിടിച്ചിട്ടില്ല, പക്ഷേ ഈശോയോട് ഞാൻ പറഞ്ഞു എന്നെ വിട്ടുകളയരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ബലഹീനനാണ്, പക്ഷേ ഈശോ ബലഹീനനല്ല. ഈശോ എന്നെ പിടിക്കുകയാണെങ്കിൽ ആ പിടുത്തം ഈശോ വിടില്ല. അങ്ങനെ ഞാൻ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ദർശനം ഉണ്ടായി. ഞാൻ എൻ്റെ കണ്ണിൽ ഈശോയെ കണ്ടു, മുൾക്കിരീടം വെച്ചിട്ട് രക്തത്തിൽ കുളിച്ച് കുരിശുമരം പിടിച്ച് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന ഈശോയെ എനിക്ക് കാണാൻ പറ്റി. ഇത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് തോന്നലാണ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുകയാണ്. തുറക്കുന്ന സമയത്തും ഞാൻ കാണുന്നത് ഈ മുൾക്കിരീടം വെച്ച് രക്തത്തിൽ കുളിച്ച് കുരിശുമരം പിടിച്ച് നിൽക്കുന്ന ഈശോയെ എനിക്ക് വ്യക്തമായിട്ട് കാണാം. ഇതെൻ്റെ കണ്ണിന് ഇത് ഞാൻ കണ്ണിലൂടെ കാണുന്നത് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെയും കാണാം, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോയെയും കാണാം. ആ അനുഭവത്തിൽ ഞാൻ ഒരു മാനസിക നില തെറ്റിയ പോലെ ഞാൻ അലറി, കരഞ്ഞ്, ബഹളം ഉണ്ടാക്കി, പേടിച്ച് ഞാൻ ഓടി ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവന് മാനസികമായിട്ട് എന്തോ തകരാറുണ്ട്, പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച, എൻ്റെ അമ്മ വീട് അടിച്ചു വാരുകയാണ്, വീട്ടിലെ വസ്ത്രങ്ങളൊക്കെ കഴുകാനെടുത്തുകൊണ്ട് പോവുകയാണ്. അമ്മയ്ക്ക് സ്ഥിരത കിട്ടി, എൻ്റെ അമ്മ സുഖപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയുടെ മാനസിക നിലയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ആ അനുഭവം പറയാനായിട്ടാണ് ഞാൻ പിന്നെ അമ്മയും കൂട്ടി വീണ്ടും ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്നത്. ആ പറച്ചിൽ പിന്നെ എന്നെ ഒരു വചനപ്രഘോഷണ വേദിയിലേക്ക് കർത്താവ് ഉയർത്തി. അങ്ങനെ കൂടെ ഉണ്ടോ? അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ആരോഗ്യമുണ്ട്. അമ്മ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ റോബിൻ ബ്രദറായി മാറുന്നത്. എനിക്ക് റോബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്ന മുഴുവൻ റോബിൻ്റെ അമ്മയാണ്. ഭർത്താവും 2 മക്കളും. ഒരുപക്ഷെ അമ്മയുടെ അപ്പനൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ അവരും ഈ പറഞ്ഞ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുള്ള അമ്മയാണ് തീർച്ചയായിട്ടും. പക്ഷേ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സന്തോഷം. ഇപ്പോൾ എത്ര വർഷമായി ഇങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വന്നിട്ട്? 21 വർഷമായിട്ട് റോബിൻ കടന്നു പോകുന്നത് വ്യത്യസ്തമായ ജീവിത രീതിയാണ്. അപ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 21 വർഷമായിരിക്കും മകൻ്റെ കൂടെ ജീവിക്കുന്നു. മകനിങ്ങനെ, അതായത് അമ്മയും കണ്ടിരിക്കുന്ന ഒരു പന്നിക്കുഴി പോലത്തെ ഒരു കുടുംബമാണ്. ആ കുടുംബം മാറിയിട്ട് ഇന്ന് അങ്ങേയറ്റം സന്തോഷവും സമാധാനവും സ്വസ്ഥതയ്ക്കുള്ളൊരു കുടുംബത്തിൽ എത്തിച്ചേരാനായിട്ട് റോബിൻ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വഴിയിലൂടെയൊക്കെ എങ്ങനെ ദൈവം കടത്തി വിട്ടപ്പോൾ എങ്ങനെ ഇവിടം വരെ എത്തിയെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പം ഞാൻ റോബിൻ പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, റോബിൻ്റെ കണ്ണ് നിറഞ്ഞാണ് നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും റോബിൻ സ്റ്റേജിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പറയുമ്പോഴൊക്കെ ആ പറയുന്ന വാക്കിന് ആ പവറോടുകൂടി തന്നെ അത് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഇതിന് മുന്നുള്ള ഈ ഒരു നവീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പും അതിന് ശേഷമുള്ള രണ്ട് ലൈഫിലൂടെയും കടന്നുപോയി അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം റോബിൻ്റെ അനുഭവം നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ പരിമിതിയിൽ നമ്മുടെ സമയത്തിൽ ഷോർട്ടായിട്ടത് അവതരിപ്പിച്ചത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കുറേ ചെറുപ്പക്കാർ ലഹരിയുടെ പിന്നാലെ ഒക്കെ, നമുക്ക് ആരെയും കുറ്റം പറയാനില്ല. മയക്കുമരുന്നിലൊക്കെ ഓരോ ദിവസം പത്രം എടുക്കുമ്പോൾ എത്രയോ പേരാണ് അല്ലേ കേസിലാകപ്പെടുന്നൊക്കെ ആയിട്ട്. കേസിലാകപ്പെടാത്ത എത്രയോ പേരെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മദ്യം എത്രയോ കുടുംബങ്ങളെ തകരുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് റോബിൻ സത്യത്തിൽ അല്ലേ? റോബിന് പുതിയ തലമുറയോട് ഈ കടന്നുപോയ അനുഭവങ്ങൾ വെച്ച് എന്താ ഒരു പറയാൻ തോന്നുന്നത്? എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സുഖത്തിനായി ജീവിക്കാതിരിക്കുക.
നമ്മുടെ മാത്രം താല്പര്യത്തിലേക്ക് ഒതുങ്ങാതിരിക്കുക. ഒരു പക്ഷേ ഇങ്ങനെ ഈ കടന്നു പോകുന്നവർ ശരിയാണ്, നമുക്കിത് പറയുമ്പോൾ എളുപ്പമാണ്, ഈ നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരത് കാണുമായിരിക്കും ഈ കേൾക്കുന്നവർ. നമുക്ക് അവരെ എങ്ങനെയൊന്ന്, ഇപ്പോൾ റോബിൻ തന്നെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്, ആ ഒരു ഇത് വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ഇതിലേക്ക് തിരിച്ചു വരാൻ പറ്റും? എനിക്ക് എൻ്റെ മുമ്പിൽ വ്യക്തികളില്ല വേറെ. ഓക്കെ. ഞാൻ മറ്റൊന്നിലും ആശ്രയിച്ചില്ല. ഇല്ല. എനിക്ക് ധ്യാനം കൂടി പ്രാർത്ഥനയിൽ വരുമ്പോൾ എനിക്ക് അത് കിട്ടണം, ഇങ്ങനെ കിട്ടണം, അങ്ങനെ ഒരു സ്വപ്നം എൻ്റെ കയ്യിലില്ല. എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് എനിക്ക് ഒരു ദിവസം ആണെങ്കിൽ ആ ഒരു ദിവസം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ഒറ്റ തീരുമാനം. ഈ ധ്യാനം കൂടണം എന്നുള്ളൊരു തീരുമാനം ഇല്ല, ഉള്ളിൽ നിന്ന് വന്ന തീരുമാനം അല്ല. അല്ല, ധ്യാനം കൂടണം എന്നുള്ള തീരുമാനം ഉള്ളിൽ നിന്ന് വന്നതല്ല. അല്ല അല്ല ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി പോയതല്ല, പിടിച്ചു കെട്ടി കൊണ്ടുപോയതാണ്. പക്ഷേ ഈശോയെക്കുറിച്ച് കേട്ട കേൾവിയാണ് എന്നെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താമെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൻ്റെ ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്, പക്ഷെ ഞാനൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി പറയുന്നതാണ്. എത്ര വലിയ പ്രതിസന്ധി പ്രശ്നം ഉണ്ടെങ്കിലും ദൈവവചനത്തിനൊന്ന് കാതോർക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കത് കാരണമാവും. തീർച്ചയായിട്ടും. വേറെ ആരെത്ര ഉപദേശിച്ചാലും ആരെത്ര നല്ല വഴി പഠിപ്പിച്ചാലും തലയിൽ കയറില്ല. പക്ഷേ എത്ര കഠിനം, ഞാനിപ്പോൾ റോബിന പറഞ്ഞു വരുമ്പോഴൊക്കെ ഞാൻ റോബിൻ്റെ ഫേസ് ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സ് കഠിനമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൻ്റെ സകല വികാരവും മുഖത്തുണ്ട്. അത്രയ്ക്കും ഒരു വ്യക്തിയും ഈ പറഞ്ഞ അമ്മയുടെ കാര്യത്തിലൊക്കെ പറഞ്ഞ അമ്മയെ വെട്ടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സ് അത്രയും മരവിച്ചിട്ടാണ്. പക്ഷെ അത്രയും പോയ ഒരാളെ പോലും ഇങ്ങനെ ആക്കി. എത്ര 21 വർഷം ഇപ്പോൾ ആയിട്ട് നവീകരണത്തിൽ വന്നിട്ട് ഈ 21 വർഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങാനും ഒരു അനുഭവമാണ് റോബി വന്ന് പറഞ്ഞെങ്കിൽ ഞാനും പറയും നോക്കട്ടെ, ഇവൻ ഇവിടെ ഒന്ന് ടി വിയിലൊന്ന് വലിയ വിശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എങ്ങനെ ഇനി ജീവിക്കുന്നതെന്ന് അറിയട്ടെ എന്ന് എനിക്കും വേണമെങ്കിൽ പറയാം. കാരണം ഒരു വർഷം പോലും തികച്ചായിട്ടുള്ള ഇത് 21 വർഷമായി. ഇത്രയും വർഷം മാറി ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വന്നുകൊണ്ടാണ്. അത് ദൈവവചനം, ദൈവത്തിൻ്റെ ഇടപെടലാന്നുള്ള സംശയമില്ല കാര്യത്തിൽ. അതിൽ 4 വർഷം, ഈ 4 വർഷം ശരിക്കും പ്രാർത്ഥന മാത്രമായിട്ട് ഞാൻ ഒതുങ്ങി. ഞാൻ ഡിവൈനിൽ ആൻ്റണി ബയ്യപ്പിള്ളച്ചൻ്റെ ധ്യാനങ്ങൾ ഒന്നിലധികം പ്രാവശ്യം കൂടി. ഓക്കെ. ആദ്യത്തെ നവീകരണ ധ്യാനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുമായിരുന്നു. ഓക്കെ. മിക്ക സമയങ്ങളിലും ധ്യാനത്തിൽ സംബന്ധിക്കാനൊക്കെ വരും. അതുപോലെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ഡിവൈനിൽ തന്നെ ജാഗരണ പ്രാർത്ഥനയിലിരിക്കും. അവിടെ ഇരുന്ന് രാവും പകലും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ഓക്കെ. ആ നാളുകളിലൊക്കെ ഇവിടെ ഒരു അഖണ്ഡ ജപമാല പ്രാർത്ഥന നമ്മളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് 2007 ഇച്ചിരി പ്രശ്നം നടക്കുന്ന സമയത്താണ്. ആ ഗ്രൂപ്പിൽ ഞാനും ഫുൾ ടൈം ഉപവാസം എടുത്തിരുന്ന് 5 ദിവസം രാവും പകലും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനകളൊക്കെ എനിക്ക് ആ സമയങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് എൻ്റെ വളർച്ചയ്ക്ക് പ്രയോജനപ്പെട്ടു. ഇപ്പം ഇതിനെല്ലാം ശേഷമാണ് പിന്നെ വിവാഹത്തിലേക്കൊക്കെ വരുന്നത്. അതെ, ധ്യാനം കൂടി ഏകദേശം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിവാഹിതനായത്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭാര്യയൊക്കെ അറിയാം, അല്ല വിവാഹം കഴിക്കാൻ നേരത്തെ അറിയാം, എല്ലാം മനസ്സിലാക്കി ദൈവം അറിഞ്ഞുകൊണ്ടേ തന്നാണ്. മക്കളെത്ര റോബിന്? എനിക്ക് ഒരാള്. നമ്മുടെ കൂടെ വരുന്ന റോബിൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് വരുന്ന ഒരാളെ ഉള്ളൂ അല്ലേ? ജോനാഥൻ. ഓക്കെ. ആ കുട്ടി ദൈവത്തിന് അത്ഭുതമാണ്. ഓക്കെ. എനിക്ക് കുട്ടികളുണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴും ഞാൻ വിശ്വാസത്തിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും വിശ്വാസം നഷ്ടപ്പെടരുത്. എനിക്ക് കത്തോലിക്ക സഭയിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വേറെ ഒന്നിലേക്ക് ഞാൻ ചായുന്നില്ല. ഞാൻ ഇതിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്, സംതൃപ്തനാകുന്നതും. അപ്പോൾ എൻ്റെ വിശ്വാസം ക്ഷയിപ്പിക്കാൻ പല അനുഭവങ്ങളുണ്ടായി കുഞ്ഞുങ്ങളില്ലാതെ വരുന്ന സമയത്ത്. അപ്പം ഞാൻ എന്നോടും എൻ്റെ ഭാര്യയോടും പറയും, നമുക്ക് 200-ാമത്തെ വയസ്സിൽ കർത്താവ് കുഞ്ഞിനെ തരും, 200-ാമത്തെ വയസ്സിൽ തരും. ഞാനത് പറയാൻ കാര്യം, അബ്രാഹത്തിന് ദൈവം 100-ാമത്തെ വയസ്സിൽ കൊടുത്തെങ്കിൽ എനിക്ക് 200-ാമത്തെ വയസ്സിൽ തരാനും ദൈവത്തിന് സാധിക്കും. കാരണം അബ്രഹാം അനുഭവിക്കാത്ത ഒന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന അബ്രാഹത്തിന് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മേലെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയും ആഴ്ചയിൽ ഒരു ദിവസത്തെ കുമ്പസാരവും ആയിട്ട് പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും. ഞാനിത് നോട്ട് ചെയ്തൊരു പോയിന്റ് ആട്ടോ പറഞ്ഞു വരുന്നതിൽ. ജീവിതത്തിലെ മാനസാന്തരത്തിന് വഴി തെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുമ്പസാരം. അത് ഈ തലമുറയ്ക്ക് പ്രിയമുള്ളവർ അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ്. റോബിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചേഞ്ചിലേക്ക് വരുന്നത് ഈ ചങ്ക് പൊട്ടി തുറന്ന് ഉള്ളിൽ കിടക്കണമെന്ന് ഏറ്റു പറഞ്ഞ് ഇത് ദൈവം ക്ഷമിക്കുമെന്നൊരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കുമ്പസാരം കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ഭാരം എന്നെ വിട്ടുപോയോട്ട്. ഇത് വെറുതെ തോന്നൽ അല്ല പറയുള്ളവരെ.
എത്ര വലിയ തിന്മയെ കഴിയുന്നവരാണെങ്കിലും തെറ്റുപറ്റിയെന്ന് അറിഞ്ഞിട്ട് അന്ന് അനുദപിച്ച് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞാൽ അതിലും വലിയ ഒരു ഡെലിവൻസ് നമുക്ക് പിന്നെ കിട്ടാനില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയേറെ വലിയൊരു കൃപയഭിഷേകം കുമ്പസാരത്തെ മുറുകെ പിടിക്കണമെന്ന് തന്നെയാണ് അടിയവരായിട്ട് പറയാനുള്ളത്. അപ്പോൾ റോബിനെ സന്തോഷമുണ്ട്. ഒരു മാനസാന്തരം ഉണ്ടായി എന്നത് മാത്രമല്ല, ആ മാനസാന്തരത്തിന് ശേഷം 10-21 വർഷമായിട്ട് ദൈവവചനത്തോട് ചേർന്ന് നിന്ന്, കുർബാനയോട് ചേർന്നത്, കുടുംബത്തോട് ചേർന്നൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. റോബിൻ്റെ അമ്മയ്ക്ക് റോബിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതാണ്. അങ്ങേയറ്റം ഒരു പക്ഷേ സന്തോഷിക്കുന്നത് ആ അമ്മ തന്നെയായിരിക്കും. അപ്പന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അപ്പന ഒരു പറഞ്ഞ കാര്യം, എനിക്ക് അമ്മയ്ക്ക് കൊടുത്തതിനേക്കാളും സന്തോഷം എനിക്ക് അപ്പന് കൊടുക്കാൻ പറ്റി. ഓക്കെ. കാരണം അപ്പൻ അവസാനം ഏകദേശം ഞാൻ നവീകരണത്തിൽ വന്ന് ഒരു 6 വർഷം 5 വർഷം ആയി കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ നവീകരണത്തിൽ വന്നു. ഓക്കെ. അപ്പച്ചൻ നവീകരണത്തിൽ വന്നു. ഓക്കെ. അപ്പച്ചന് വിശ്വാസത്തോടോ പ്രാർത്ഥനയോടോ താല്പര്യമൊന്നും ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ഓക്കെ. പക്ഷേ എൻ്റെ വ്യത്യാസം കണ്ട്, എൻ്റെ മാറ്റം കണ്ട് അപ്പച്ചൻ സ്വമേധയും മാറി. എനിക്ക് കിട്ടിയത് നല്ല അപ്പനായിട്ടാണ്. എൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന, എൻ്റെ ശുശ്രൂഷക്ക് സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയണ്ട. ഞാനിടുന്ന വസ്ത്രം പോലും അപ്പച്ചൻ അയൺ ചെയ്ത് തരുന്ന വിധത്തിൽ നല്ല അപ്പനായിട്ട് എനിക്ക് കിട്ടി. ഇപ്പോൾ ഒരു തകർന്ന കുടുംബത്തിൽ നിന്ന് നല്ലൊരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കാനും റോബിന് ദൈവം അനുഗ്രഹം തന്നു. തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ്. എനിക്ക് ഒരു കാര്യം പ്രേക്ഷകരോടും കൂട്ടിച്ചേർക്കാനുള്ളത്, മാതാപിതാക്കളെ മദ്യത്തിൻ്റെ പുറകെ പോയ മക്കൾ പോണത് നമ്മൾ പോലും അറിയില്ല കേട്ടോ. റോബിന് ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. തീർച്ചയായിട്ടും അപ്പൻ്റെ അമ്മയുടെ ഒക്കെ സ്നേഹം അറിയാനും നല്ലൊരു കുടുംബമായിട്ട് തീരാനും അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ടാണ് റോബിൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ റോബിൻ്റെ ജീവിതം നമ്മോട് പറഞ്ഞൊരു ചിന്ത ചെയ്താ, മാതാപിതാക്കളെ നിങ്ങൾ മദ്യത്തിൻ്റെ പുറകെ പോയാൽ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഓർക്കണം കേട്ടോ, വളർന്നു വരുന്ന നമ്മുടെ മക്കൾ പോണത് ഏത് വഴിയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പനേക്കാൾ മോശമായൊരവസ്ഥയിലേക്ക് മകൻ എത്തിയെങ്കിൽ പിശാച് അത്ര ശക്തമായിട്ട് നമ്മളെ വലിച്ചഴിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ പ്രേക്ഷകരായിട്ടിരിക്കുന്ന നിങ്ങളോട് ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, രസത്തിനാണെങ്കിൽ പോലും മദ്യത്തെ തൊടണ്ട. കാരണം നമ്മൾ മാത്രമല്ല നശിക്കുന്നത്, അതിൻ്റെ ചുവട് പിടിച്ച് മക്കൾ, തലമുറ, ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും നിലനിൽക്കുന്നില്ല. എല്ലാ കേസുകളും ഒക്കെ മാറി, എല്ലാം തീർന്നു. എല്ലാം ഈശോ എന്താ പറയുക, റോമ 8:28 എല്ലാം നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റി കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. റോബിനെ നമുക്ക് ശുശ്രൂഷയിൽ മുന്നേറാൻ സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നയിക്കട്ടെ. അപ്പോൾ റോബിൻ്റെ മകനും വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനൊരു അപ്പനെ ഇപ്പോൾ കിട്ടിയെന്നുള്ളത്. നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഞങ്ങളെയും പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് കണ്ടുമുട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ ദൈവജനത്തിൻ്റെ വിശ്വാസ വളർച്ചയ്ക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ സ്ക്രീനിൽ, TV സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്ന അനുഭവമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും എന്നോടൊപ്പം ഈ കസേരയിൽ വന്ന് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും പങ്കുവയ്ക്കും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.